ഇനി ഏതൊക്കെ വകുപ്പുകളായിരിക്കും ചുമത്താൻ പോകുന്നത്? എത്രത്തോളം ഗുരുതരമായ വകുപ്പുകൾ ചുമത്തും? ക്രിമിനൽ സ്വഭാവമുള്ള ഏതൊക്കെ വകുപ്പുകൾ കാപ്പ ചുമത്തുമോ? ഇതിലൊക്കെയാണ് വ്യക്തത കൈവരേണ്ടത്. ആജ്ഞ കൂടി ചേരുന്നുണ്ട് ഈ ഘട്ടത്തിൽ. ആജ്ഞ നിരവധി കേസുകൾ ആണ് അർജുനായിക്ക് ഉള്ളത്. 23ഓളം കേസുകൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ട്. ഇനി പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടേക്കാം, പുതിയ വകുപ്പുകൾ ചുമത്തിയേക്കാം. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വെല്ലുവിളിച്ച സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ എറണാകുളത്തെ സ്റ്റേഷനുകളിൽ ആണ്, എറണാകുളം ജില്ലയിലെ സ്റ്റേഷനുകളിൽ ആയിരിക്കുമല്ലോ സ്വാഭാവികമായും ഈ കേസുകൾ നിലനിൽക്കുക. പിടിയിലായ അർജുൻ്റെ ഇനിയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇത്തരം വിഷയങ്ങൾ കൂടി പോലീസ് ഒരുപക്ഷെ എറണാകുളത്തേക്ക് തന്നെ അർജുനെ എത്തിക്കുവാനുള്ള സാധ്യതയൊക്കെയാണല്ലോ മുന്നിൽ കാണേണ്ടത്. ആജ്ഞ. അഭിലാഷ്, ഇപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ പോലീസ് നടത്തുന്ന തെരച്ചിലാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ അർജുനായിക്ക് പിടികൂടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും പോലീസ് തന്നെ അർജുനായിക്ക് മുന്നോട്ട് വെച്ച് വെല്ലുവിളിയിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു നിരീക്ഷണമാണ് വേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഗുണ്ടാ പശ്ചാത്തലമുള്ള ആൾ ഒരു സിസ്റ്റത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്നു. ആഭ്യന്തരമന്ത്രിക്ക് പിടികൂടാമെങ്കിൽ പിടികൂടിക്കോളൂ, അല്ലെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോളൂ എന്നുള്ള തരത്തിൽ നിരവധി തവണയാണ് അർജുനായിക്ക് പോലീസിനെയും ആഭ്യന്തര മന്ത്രാലയത്തെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പോസ്റ്റുകൾ, അത്തരത്തിലുള്ള ഷെയറുകൾ, അതല്ലെങ്കിൽ ഊന്നുകൽ CIA, കോതമംഗലം CIA, ശരിക്കും കോതമംഗലം CIA ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കേസാണിത്. അതായത് 2026 മെയ്യിൽ അർജുനായിക്ക് തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ദിവസങ്ങളിലായിട്ട് ഈ അർജുനായിക്കും സുഹൃത്തുക്കളും ഈ കോതമംഗലത്തെ ഒരു റിസോർട്ടിൽ വിവാഹവുമായി സംബന്ധിച്ച് കൂടിച്ചേരുന്നു. ഇത് സംഘടിത കുറ്റകൃത്യത്തിലുള്ള ഒത്തുകൂടലാണ്, ഗൂഢാലോചനയാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അന്ന് CI പ്രശാന്ത് അർജുനെയും മറ്റു 5 പേരെയും കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. തുടർന്ന് 21 ദിവസം ജയിൽ ശിക്ഷയിലേക്ക് പോവുകയായിരുന്നു. അതാണ് അർജുനായിക്ക് ചൊടിപ്പിച്ചത്. അർജുനായിക്ക് പുറത്തിറങ്ങിയ ശേഷമാണ് കോതമംഗലം CIക്കെതിരെ പെൻഷൻ വാങ്ങാൻ അനുവദിക്കില്ല തുടങ്ങിയ തരത്തിലുള്ള പദപ്രയോഗങ്ങളൊക്കെ നടത്തിയത്. അത് കൊലവിളി പരാമർശമായി തന്നെയായിരുന്നു കണക്കാക്കപ്പെട്ടത്. പക്ഷെ പിന്നീടും അർജുനായിക്കും അതിന് വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. താൻ കൊലവിളി പരാമർശമല്ല നടത്തിയത്, അതായത് സർവീസിൽ നിന്ന് സർവീസ് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നാണ് താൻ ഉദ്ദേശിച്ചത്. അല്ലാതെ CIയെ കൊലപ്പെടുത്തുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടതെന്നുള്ള ന്യായീകരണമായിട്ട് പിന്നീട് അർജുനായിക്ക് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഈ കോതമംഗലം CI ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് മുൻകൂർ ജാമ്യം ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ ഭീഷണി സന്ദേശങ്ങൾ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുകയും അത് പോലീസിന് വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇത് അങ്ങേയറ്റവും ഗൗരവകരമായി നിരീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ള നിരീക്ഷണം മുന്നോട്ട് വെച്ചിട്ടാണ് കോടതി അർജുനായിയുടെ മുൻകൂർ ജാമ്യം തള്ളുന്നത്, ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളുന്നത്. ആ സാഹചര്യത്തിലാണ് പിന്നീട് ഊന്നുകൽ CI ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കുന്നതും. പക്ഷേ ഊന്നുകൽ CIക്ക് നൽകിയ വോയിസ് മെസ്സേജിലാണ് ഈ അർജുനായിക്ക് പിന്നീട് അടുത്ത ഭീഷണി പറയുന്നത്. അതായത് താൻ കീഴടങ്ങാനിരിക്കെ തന്റെ സുഹൃത്തുക്കളുടെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നു, തന്നെ പിടിച്ചേ അടങ്ങുമെങ്കിൽ താൻ എന്നെ വന്നൊന്ന് പിടിക്കും. താൻ ഊന്നുകൽ CI ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷിച്ചപ്പോഴാണ് ഊന്നുകൽ CIയുടെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷണം നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചാണ് അർജുനായിക്ക് പിന്നീട് CIക്ക് ഇത്തരത്തിൽ വോയിസ് മെസ്സേജ് അയക്കുന്നത്. തുടർന്നാണ് അർജുനായിക്ക് ഒളിവിൽ പോകുന്നത്. പക്ഷേ ഈ ഒളിവിൽ പോകുമ്പോഴും പലയിടത്തു നിന്നും അർജുനായിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ ഉള്ള സോഷ്യൽ മീഡിയകളിലെല്ലാം തൻ്റെ സാമീപ്യം അറിയിക്കുന്നുണ്ട്, തൻ്റെ വിമർശനങ്ങൾ അറിയിക്കുന്നുണ്ട്, വെല്ലുവിളികൾ അറിയിക്കുന്നുണ്ട്. അതിലൊടുക്കമാണ് ആഭ്യന്തരമന്ത്രി DGPക്ക് ഉത്തരവിടുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച അർജുനായിക്ക് അടിയന്തരമായി പിടികൂടണമെന്ന സാഹചര്യം മുന്നോട്ട് വയ്ക്കുന്നു. ആ സമയത്താണ് ആഭ്യന്തരമന്ത്രിക്കും ഇത്തരത്തിൽ, അതായത് CI പ്രശാന്ത് തന്നെ കുടുക്കിയതാണ്, വൈരാഗ്യത്തിന്റെ പേരിൽ തന്നെ കുടുക്കിയതാണ്, ഇത്തരത്തിൽ പോലീസുകാർ അവരുടെ ഔദ്യോഗിക സ്ഥാനങ്ങളൊക്കെ ദുർവിനിയോഗം ചെയ്യുകയാണ്, അത് കണ്ടെത്താൻ ആഭ്യന്തരമന്ത്രിക്ക് കഴിയുമോ, എന്തിനാണ് CI പ്രശാന്ത് തന്നെ കുടുക്കിയതെന്ന് തനിക്ക് അറിയില്ല, അത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ ആഭ്യന്തരമന്ത്രിക്ക് കഴിയുമോ, അതല്ലെങ്കിൽ കണ്ടെത്തിയാൽ അതിന് നടപടിയെടുക്കാൻ കഴിയുമോ, പോലീസിനെതിരെ നടപടിയെടുക്കാൻ കഴിയുമോ, എങ്കിൽ ആഭ്യന്തരമന്ത്രിയെ പൊന്നാടെ അണിക്കും, ഒരു ഉമ്മ തരും തുടങ്ങിയ തരത്തിലുള്ള പോസ്റ്റുകളായിരുന്നു ആഭ്യന്തരമന്ത്രിക്കെതിരെയും വെല്ലുവിളി വെച്ചു മുന്നോട്ട് വെച്ചിട്ട് അർജുനായിക്ക് പോസ്റ്റ് ചെയ്തത്. എന്തായാലും
അവിടെ തുടങ്ങിയ ഫൈറ്റാണ്, അല്ലെങ്കിൽ പോലീസിന്റെയും അർജുൻ ആയങ്കിയുടെ നെട്ടോട്ടം എന്ന് വേണം പറയാൻ. എല്ലാ ജില്ലകളിലും നിന്ന് അർജുൻ ആയങ്കിയുടെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള എടപ്പാളിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങൾ വരുന്നു, അത് പാലിയക്കര ടോൾ കടക്കുന്ന ദൃശ്യങ്ങൾ വരുന്നു. ഇത്തരത്തിൽ അർജുൻ ആയങ്കി വിവിധ ഇടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ വരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ നിൽക്കുന്നുമില്ല. ഇത്തരത്തിൽ വിവിധ സാമൂഹ്യ വിഷയങ്ങൾ ഉൾപ്പെടെ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ തൊഴിലാളികളെ കാണാതായതുമായി ബന്ധപ്പെട്ട ആ ബോട്ടിൽ താലുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ, എന്നായിരുന്നു താൻ പോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ റോഡിൽ നിന്ന് കറഞ്ഞ ആ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിനെങ്കിലും തിരിച്ചു കിട്ടുമായിരുന്നു. എന്താണ്, അതായത് മത്സ്യത്തൊഴിലാളികളെ തെരച്ചിലുമായി ബന്ധപ്പെട്ടും മത്സ്യത്തൊഴിലാളികൾ കാണാതായതുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ സന്ദർശിച്ചില്ല, ഫിഷറീസ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ കുടുംബത്തെ സന്ദർശിച്ചില്ല എന്നുള്ള വിമർശനവും സർക്കാരിനെതിരെ വലിയ രൂക്ഷമായി മുന്നോട്ട് നിൽക്കുന്ന സാഹചര്യം. 10 വർഷത്തിനിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഈ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഇടത്തേക്കാണ് അർജുൻ ആയങ്കി അത്തരത്തിലൊരു ചൂണ്ടയിട്ട് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള സാമൂഹ്യ വിഷയങ്ങളിൽ പ്രതിബദ്ധത കാണിക്കാതെ തനിക്കെതിരെ അതായത് തന്നെ പിടിക്കാൻ വലവിരിക്കുന്ന സർക്കാരിന് ആ വല മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി വിരിച്ചിരുന്നുവെങ്കിൽ പിടികൂടാമായിരുന്നു എന്നൊക്കെ പരിഹസിച്ച് സർക്കാരിനെ എങ്ങനെയൊക്കെ പരിഹസിക്കാമോ, പുച്ഛിക്കാമോ, വെല്ലുവിളിക്കാമോ അതെല്ലാം ആയിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ അർജുൻ ആയങ്കി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതേ അർജുന് വേണ്ടി കൃത്യമായി പോലീസ് വല വിരിച്ചിരുന്നു. ആ വലയിൽ കൃത്യമായി അർജുൻ ആയങ്കി കുടുങ്ങുകയും ചെയ്തു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.